വില കൂടിയ പ്രോട്ടീൻ പൗഡർ ഒന്നുമില്ലാതെ സാധാരണ മുട്ട വെച്ച് നല്ല ഹൈ പ്രോട്ടീനായിട്ടുള്ള ഒരു സാൻഡ്വിച്ച് നമുക്ക് തയ്യാറാക്കാം. തിരക്കുള്ള സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മീലാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഈ സാൻഡ്വിച്ച് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ മറക്കാതെ പ്രസ് ചെയ്യുകയും വേണം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് വെജിറ്റബിൾസാണ്. അത് കുക്കുംബർ എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു ഹാഫ് ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, പിന്നെ ലെറ്റ്യൂസ്, ക്യാബേജ്, പിന്നെ ഒരു പച്ചമുളക്, 2 മുട്ട, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യം വേണ്ടിയത് നമുക്ക് പുളിയില്ലാത്ത തൈരാണ്. അത് ഞാൻ 2.5 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഫെറ്റ ചീസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം പനീർ ചേർത്താലും മതി. ഇനി അഥവാ പനീർ ഇല്ലെങ്കിലും തൈര് വെച്ച് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് 1/2 സ്പൂണ് പെപ്പർ പൗഡർ ചേർക്കുക. സോയാ സോസ് 1/2 സ്പൂൺ ചേർക്കുക. 1/2 സ്പൂണ് തേനും കൂടെ ചേർക്കുക. എല്ലാം കൂടി നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് എല്ലാം കൂടെ എടുത്തിട്ട് അതിലേക്ക് ഈ ക്രീം ഇതിലേക്ക് ഇടാം. നല്ല രീതിയിൽ എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രീതിയിൽ തന്നെ സലാഡ് കഴിക്കാവുന്നതാണ്. നല്ല ഹൈ പ്രോട്ടീനായിട്ടുള്ള നല്ലൊരു സലാഡാണ്. ഡിന്നറിനൊക്കെ ആയിട്ട് നല്ലൊരു ഓപ്ഷനാണ് ഇത്. ഞാനിവിടെ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക ഒരു പാത്രത്തിലേക്ക്. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരുപാട് ഉപ്പ് ഇട്ട് കൊടുക്കരുത്. എന്നിട്ട് നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഒരു കുബൂസ്, ഞാനിവിടെ ഗോതമ്പിൻ്റെ നല്ലൊരു കുബൂസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ചപ്പാത്തിയിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം. തിരിച്ചും മറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. കുബൂസ് മാറ്റിയതിന് ശേഷം ഇനി നമുക്ക് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇവിടെ ഞാൻ ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി മുട്ട നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു സൈഡ് കുക്കാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് പാനിൽ നിന്ന് മുട്ട എടുക്കാം. കുബൂസിലേക്ക് ഇനി ഞാനിവിടെ ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്, ക്രീം ചീസാണ്. നിങ്ങൾക്ക് മയോണൈസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. 1 സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം നമുക്ക് മുട്ട ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വെജിറ്റബിൾസിൻ്റെ കൂട്ട് ഇതിലേക്ക് വെച്ചിട്ട് റാപ്പ് ചെയ്തെടുക്കാം.
ഞാനിവിടെ 2 കുബൂസാണ് ഇങ്ങനെ സാൻഡ്വിച്ചാക്കി തയ്യാറാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് ചപ്പാത്തിയിൽ ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് കഴിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നല്ലതുപോലെ വയറ് ഫില്ലാവുകയും ചെയ്യും. ഇതിനി ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. അങ്ങനെ സ്വാദിഷ്ടമായ നല്ലൊരു സാൻഡ്വിച്ച് ഇവിടെ റെഡിയായി. നിങ്ങൾക്ക് ഈ ഇങ്ങനെ ചപ്പാത്തിയിൽ റോൾ ചെയ്യാതെ സലാഡ് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. ഒരു നേരം ഈ ഒരു സാൻഡ്വിച്ച് കഴിച്ചാൽ മതി, നമുക്ക് കുറേ നേരം വിശപ്പില്ലാതെ ഇരിക്കും. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്ത നമുക്കൊരു സാൻഡ്വിച്ചിലേക്ക് പോകാം. അതിനു വേണ്ടി ഞാൻ ഇവിടെ അവക്കാഡോ ആണ് എടുത്തിരിക്കുന്നത്. രണ്ടായിട്ട് ഇത് കട്ട് ചെയ്യുക. അവക്കാഡോയിൽ ആരോഗ്യകരമായ ഒരുപാട് നല്ല കൊഴുപ്പുകളുണ്ട്, നാരുകളുണ്ട്, പൊട്ടാസ്യം, വിറ്റാമിനുകൾ ഇതെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഹൃദയ ആരോഗ്യത്തിന് ഏറ്റവും വളരെ നല്ലതാണ് ഈ അവക്കാഡോ. നമ്മൾ സലാഡൊക്കെ തയ്യാറാക്കുമ്പോൾ ഇത് അരിഞ്ഞിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഒരുപാട് പോഷക ഗുണങ്ങളുള്ളതാണ് അവക്കാഡോ. ഇനി നമുക്ക് ഈ അവക്കാഡോ നല്ല ഉടച്ചു കൊടുക്കാം. പെട്ടെന്ന് ഇത് ഉടഞ്ഞു വരികയും ചെയ്യും. അതിനുശേഷം ഒരു സവാള എടുക്കുക. ഒരു ഇടത്തരം സവാളയാണ് എടുത്തിരിക്കുന്നത്. അതും പൊടി പൊടിയായിട്ട് അരിയുക. സവാള എടുത്ത് ഈ അവക്കാഡോയിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ തക്കാളിപ്പഴവും ചെറുതായി അരിഞ്ഞ് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി വേണം കട്ട് ചെയ്ത് ഇടാൻ. ഇനി വേണ്ടിയത് ലെറ്റ്യൂസാണ്. അതും ചെറുതായി കട്ട് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നട്ട്സ് ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇവിടെ വാൾനട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. നമ്മൾ കഴിക്കുമ്പോൾ നല്ല ഒരു ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റും. അതും ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പുഴുങ്ങിയ മുട്ട ഇവിടെ 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം. ചുമന്ന കരു ഇതിലേക്ക് ഇട്ടിട്ട് വെള്ളഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇനി എരിവിന് ആവശ്യമായ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇവിടെ ഞാൻ 1/2 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക. ചില്ലി ഫ്ലേക്സ് ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഒറിഗാനോ 1/2 സ്പൂൺ ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ അരമുറി നാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞൊഴിക്കാം. ഇനി എല്ലാം കൂടി നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കാം. എല്ലാം കൂടെ മിക്സ് ആവണേ. ഉപ്പിൻ്റെ കുറവുണ്ട്, ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തിയോ കുബൂസോ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട്
അത് വെച്ചിട്ട് അതിലേക്ക് ചീസോ മയോണൈസോ എന്തായാലും കുഴപ്പമില്ല, നമുക്കത് 1 സ്പൂണ് തേച്ച് കൊടുക്കാം. ഇവിടെ ഞാൻ ക്രീം ചീസാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഈ മിക്സ് എടുത്ത് ഇതിലേക്ക് വെച്ചിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് സിമ്പിളായിട്ട് നല്ല ഹൈ പ്രോട്ടീനായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള സലാഡ് വെച്ച് സാൻഡ്വിച്ച് തയ്യാറാക്കാം. എല്ലാവർക്കും ഇത് ഒരേപോലെ ഇഷ്ടപ്പെടും. നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ രീതി തയ്യാറാക്കി നോക്കണം. വളരെ പെട്ടെന്നാണ് നമ്മളിത് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. നമ്മൾ ചിക്കനോ അതൊന്നും വെക്കുന്നതിനേക്കാളും ഇങ്ങനെ നിങ്ങൾ തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഒരേപോലെ ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾ ഡയറ്റ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായ കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കണം. അതേപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ എല്ലാവരും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഇടാനും മറക്കരുത്. ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.